ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൺ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കാണിക്കുന്നത്. അപ്പോൾ റംസാനിന് എന്താണ് അച്ചാറിൻ്റെ റെസിപ്പി എന്ന് വിചാരിക്കേണ്ട. ഇപ്പോൾ മാങ്ങൻ്റെ സീസണാണ്. അപ്പോൾ നമ്മൾ റംസാനൊക്കെ കഴിയാൻ നിൽക്കുമ്പോഴേക്കും മാങ്ങ ഒക്കെ പഴുത്ത് പോവും. അപ്പോൾ ഇപ്പോൾ പച്ച മാങ്ങ കിട്ടിയപ്പം അത് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാൾ കേട് കൂടാതിരിക്കും. അങ്ങനെ അച്ചാർ ഇട്ടപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും കൂടി വിചാരിച്ചു. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഈ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത്. ഇതിലും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ അച്ചാർ ഇടാൻ പറ്റൂല, അത്രയും ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുത്ത് നോക്കാം. അച്ചാർ റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഇത്രയും ചേരുവകളാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഇത്രയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതാ മാങ്ങ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയോട് കൂടിയിട്ടാണ് മാങ്ങ കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ നല്ലെണ്ണ, എള്ളെണ്ണ എന്നൊക്കെ പറയില്ലേ, അതാണ്. അത് ഇതേപോലെ ചെറിയൊരു ബോട്ടിലാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു അളവിലേക്കുള്ളതാണ്, ഈ ഒരു മാങ്ങൻ്റെ അളവിലേക്കാണ് ഈ ഒരു ഇത്രയും എണ്ണ എടുത്തത്. എള്ളെണ്ണ എന്ന് പറയുന്ന എണ്ണ ഇല്ലേ, അതാണ്. അപ്പോൾ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ എണ്ണ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാറിലേക്ക് എന്താ എണ്ണ ഒഴിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. എണ്ണയാണ് അച്ചാറിലേക്ക് എപ്പോഴും ടേസ്റ്റും ചീത്തയാവാതിരിക്കലും എണ്ണ ഒഴിച്ചാലാണ്. ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ ഈ അച്ചാർ. അപ്പോൾ ഈ എണ്ണയിൽ നമ്മൾ നന്നാക്കി തന്നെ ഈ ഒരു ചേരുവകളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാമെന്ന് വെച്ചാൽ നല്ലോണം മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ക്രിസ്പിയായി വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകുമൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് വഴന്ന് കിട്ടാഞ്ഞാൽ അച്ചാർ ചീത്തയായി പോവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ എണ്ണ അല്ല, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലൊക്കെ എടുത്താലും അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവാറുണ്ട്. അപ്പോൾ എണ്ണ എടുത്താൽ അച്ചാർ ചീത്തയായി പോകില്ല. അപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ചാർ പൗഡർ, പിക്കിൾ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കാറില്ലേ. ഞാൻ ഈസ്റ്റേണിൻ്റെ എപ്പോഴും വാങ്ങിക്കാറ്. അപ്പോൾ ഈസ്റ്റേണിൻ്റെ ഒരു പാക്കറ്റ് അച്ചാർ പൗഡറാണ് ഈ ഒരു മാങ്ങൻ്റെ അളവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഈ അച്ചാർ പൊടി. ഇത് നന്നായിട്ട് നമുക്ക് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ആ എണ്ണയിൽ നന്നായിട്ട് തന്നെ അച്ചാർ പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാങ്ങ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒരിക്കലും കഴുകരുത്. പിന്നെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളം കാണരുത് ഈ മാങ്ങയിൽ. അങ്ങനെ മാങ്ങയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അച്ചാർ പൊടിയിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും, അത് മാങ്ങയിലേക്കുള്ള ഉപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചത്, ഹൈ ഫ്ലെയിമിലേക്കൊന്നും മാറ്റരുത്. ഇപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ പൊടിയും ഉപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ്, വിനാഗിരി. അപ്പോൾ ഈ സുർക്ക ചെറിയൊരു ബോട്ടിൽ സുർക്കയാണ് എടുത്തത്. ഈ സുർക്ക മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അളവിലേക്കാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ സുർക്ക ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 2.5 കപ്പോളം സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നാക്കി തന്നെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം പോലെ ഉള്ളത് നമ്മൾ ഈ മാങ്ങ ചൂടാറുമ്പോൾ നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സുർക്ക തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള മാങ്ങാച്ചാറാണിത് ചൂടൊക്കെ ആറുമ്പോൾ ഉണ്ടാവുക. ഇനി നമ്മുടെ അച്ചാർ ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർക്കുമ്പോഴാണ് അച്ചാറിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നന്നാക്കി തന്നെ മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നാക്കി ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി, ഓവറായിട്ട് അങ്ങ് കുക്കാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. എങ്കിൽ മാത്രമേ മാങ്ങാച്ചാർ കേടാവാതിരിക്കൂ.
എടുക്കുള്ളൂ. അപ്പോൾ ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളല്ലേ ഈ മാങ്ങാച്ചാർ റെഡിയാക്കാൻ. ഇതിലും സിമ്പിളായിട്ട് മാങ്ങാച്ചാർ വേറെ കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രത്യേകം പറയുകയാണ്, ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറണം കേട്ടോ. ഞാനിത് വൈകിട്ട് റെഡിയാക്കിയിട്ട് പിന്നെ രാവിലെയാണ് ബോട്ടിലേക്ക് മാറ്റാറ്. അപ്പോൾ അത്രയും ചൂടാറണം. അപ്പോൾ ഒട്ടും തന്നെ ചൂടുണ്ടാവരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.